റിയൽ25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് പ്രാഥമിക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അക്കാമച്ചെറിയാൻ രാജധാനി മാർച്ച് നടത്തിയ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ. അക്കാമച്ചെറിയാൻ രാജധാനി മാർച്ച് നടത്തിയ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1924 മാർച്ച് 30. 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം 1924-25. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. കേരളത്തിൽ ആദ്യമായി വനിതാ സമ്മേളനം നടന്ന സ്ഥലം വടകര 1931. കേരളത്തിൽ ആദ്യമായി വനിതാ സമ്മേളനം നടന്ന സ്ഥലമാണ് വടകര 1931. കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റിലായ പ്രമുഖ നേതാവ് ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റിലായ പ്രമുഖ നേതാവ് ഡോക്ടർ KB മേനോൻ. 1938 ദേശസേവികാ സംഘം സ്ഥാപിച്ചത് അക്കാമച്ചെറിയാൻ. 1938 ദേശസേവികാ സംഘം സ്ഥാപിച്ചത് അക്കാമച്ചെറിയാൻ. ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളന വേദി ഒറ്റപ്പാലം 1921. ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളന വേദിയാണ് ഒറ്റപ്പാലം 1921. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ മലയാളി കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ മലയാളി കേളപ്പൻ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള മലയാളി GP പിള്ള. GP പിള്ളയാണ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള മലയാളി. രണ്ടാം ഈഴവ മെമ്മോറിയലിൻ്റെ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ കൃഷ്ണസ്വാമി റാവു. രണ്ടാം ഈഴവ മെമ്മോറിയലിൻ്റെ സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് കൃഷ്ണസ്വാമി റാവു. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1931 നവംബർ 1. കൽപ്പാത്തി ശുചീന്ദ്രം സമരങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്തോച്ചാടനം. കൽപ്പാത്തി ശുചീന്ദ്രം സമരങ്ങൾ അയിത്തോച്ചാടനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1917 കോഴിക്കോട് നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് CP രാമസ്വാമി അയ്യർ. 1917 കോഴിക്കോട് നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് CP രാമസ്വാമി അയ്യർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി കുഞ്ഞിരാമൻ അടിയോടി. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹിയാണ് കുഞ്ഞിരാമൻ അടിയോടി. കൊച്ചിയിൽ പ്രജാമണ്ഡലത്തിൻ്റെ രൂപവൽക്കരണത്തിന് നിർണായക പങ്കുവഹിച്ച നേതാവ് VR കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചിയിൽ പ്രജാമണ്ഡലത്തിൻ്റെ രൂപവൽക്കരണത്തിന് നിർണായക പങ്കുവഹിച്ച നേതാവ് VR കൃഷ്ണൻ എഴുത്തച്ഛൻ. മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ സ്മാരകം എവിടെയാണ്? പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ സ്മാരകം എവിടെയാണ്? പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? T സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന ക്യാമ്പയിൻ്റെ ക്യാപ്റ്റനായിരുന്നത് T സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു.